പടം കിടിലം പടമാണ്. അതായത് മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ കാണണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം, കാണാം. മമ്മൂക്ക മാത്രമല്ല, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അർജുൻ അശോകൻ, അതേപോലെ തന്നെ സിദ്ധാർത്ഥ്, ഇവർ 3 പേരും മിനിച്ചിക്കാണ്. മൊത്തം 5 ക്യാരക്ടേഴ്സും കണ്ടേ ഉള്ളൂ പടത്തിൽ. മറ്റേ പേര് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതിൽ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു ട്വിസ്റ്റും കാര്യങ്ങളുണ്ട്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയം വരും. ഇതെങ്ങനെ നടത്തും, എന്ത് സംഭവം, അതൊക്കെ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണാനുള്ള സംഭവമുണ്ട്. ഒരു ഹൊറർ മൂഡിൽ കൊണ്ടുപോകുന്ന പടമാണ്, എന്നാൽ സ്ലോ ആയിട്ടാണ് കൊണ്ടുപോകണത്. അത് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതാണ്. പടം ഭൂതകാലം എന്ന സിനിമ ചെയ്ത സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വീണ്ടും വരുന്നു, അത് തിയേറ്ററിലേക്ക് വരുന്നു. ഭൂതകാലം ഒരുപാട് ആൾക്കാരെ പേടിപ്പിച്ച സിനിമയാണ്. അതുപോലെ തന്നെയാണ് ഈ സിനിമ. ഭൂതകാലം ഞാനങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഹൊറർ മോഡിലുള്ള കാരണം പേടിപ്പെടുത്തുന്ന സീൻസൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് പലവരുടെയും രീതി ഒരേപോലെ ആയിരിക്കില്ലല്ലോ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെ, പെർഫോമൻസ് ആണ് കിട്ടില്ല നിൽക്കണം. നമുക്ക് മാത്രമല്ല, മറ്റേ അർജുൻ അശോകൻ, അതേപോലെ തന്നെ സിദ്ധാർത്ഥ്, ഇവർ 3 പേരാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ലീഡ് ചെയ്യുന്നത്. വേറെ പിന്നെ സെക്കൻഡ് ഹാഫിലെ ട്വിസ്റ്റ് അത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് ആസ്വദിക്കാനുള്ള സംഭവമുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ആസ്വദിക്കുകയാണെങ്കിൽ ആ സീറ്റിൽ തന്നെ വൈബ്രേഷനൊക്കെ നിങ്ങൾക്ക് ശരിക്കും കിട്ടും. കൊള്ളാം. പടം പലപ്പോഴും അതെ അല്ല, അത് ഞാൻ പറയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലായ കാരണം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു രീതിയിലുള്ള നോക്കും. എന്തായാലും എനിക്ക് പടം വർക്കായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ മുഷിപ്പൊന്നും തോന്നിയില്ല, ഇരിക്കാൻ തോന്നുന്നു.